കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമയിലെ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കുറിച്ച ചിത്രമാണ് പുലിമുരുകൻ. 100 കോടി ക്ലബിൽ കേട്ടുകേൾവിയായിരുന്നു മലയാളിക്ക്. എന്നാൽ പുലിമുരുകനിലൂടെ ആ നേട്ടവും സ്വന്തമാക്കി. 100 കോടി പിന്നിട്ട ചിത്രത്തിന്റെ അന്തിമ ഗ്രോസ് 150 കോടിക്ക് മുകളിലായിരുന്നു. പുലിയുമൊത്തുള്ള മുരുകന്റെ സംഘടന രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടതുപോലെ പുലിയുമൊത്തുള്ള മോഹൻലാലിന്റെ സംഘടന രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചത്. ബോളിവുഡ് സിനിമയുടെ സംഘടനമൊരുക്കുന്ന പീറ്റർ ഹെയ്നാണ് ചിത്രത്തിലെ സ്റ്റണ്ട് വിഭാഗം കൈകാര്യം ചെയ്തത്. വിമർശകരുടെ വായടപ്പിച്ച സംഘടന രംഗത്തിന്റെ VFX കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. വീഡിയോ ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിലൂടെ വൈറലായിട്ടുണ്ട്. അണിയറക്കാർ പറഞ്ഞിരുന്നത് പോലെ പുലിയുമൊത്തുള്ള മോഹൻലാലിന്റെ സംഘടന രംഗങ്ങൾക്ക് തന്നെയായിരുന്നു ചിത്രത്തിൽ ഏറെ പ്രാധാന്യം. വിമർശിക്കാനിരുന്നവർക്ക് പോലും കുറ്റം പറയാൻ തോന്നാത്ത തരത്തിലായിരുന്നു ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ. 100 കോടി ക്ലബിൽ ഇടം നേടിയ പുലിമുരുകനെ ഏറെ ശ്രദ്ധേയമാക്കിയത് പീറ്റർ ഹെയ്ന്റെ ആക്ഷൻ സീക്വൻസുകളാണ്. ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ നടത്തിയ ശ്രമങ്ങളും ചിത്രത്തെ ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആക്ഷൻ രംഗങ്ങൾ ഡ്യൂപ്പിനെ ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയതെന്ന വാദവുമായി വിമർശകർ രംഗത്തെത്തിയിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് മുൻപ് ഡമ്മി കടുവ ഉപയോഗിക്കുന്ന വീഡിയോ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പീറ്റർ ഹെയ്നിന്റെ നേതൃത്വത്തിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ മോഹൻലാൽ തന്നെയാണ് ആക്ഷൻ രംഗങ്ങൾ ചെയ്തതെന്ന് ഇതോടെയാണ് വ്യക്തമായത്. സിനിമയ്ക്ക് പൂർണ്ണത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം റിഹേഴ്സൽ രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഇതിൽ ഏറ്റവും അധികം കഷ്ടപ്പാട് സഹിച്ചത് മോഹൻലാലാണെന്നും ചിത്രത്തിന്റെ കലാസംവിധായകനായ ജോസഫ് നെല്ലിക്കൽ മുൻപ് വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥ കടുവ ഉപയോഗിച്ചുള്ള ചിത്രീകരണം അപകടകരമായിരുന്നു. അതിനാലാണ് ആദ്യമേ തന്നെ റിഹേഴ്സൽ നടത്തി മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. വീഡിയോ കാണുന്നതിനു വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോവുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.